അമ്മച്ചിയുടെ കരടി എടുത്ത് ഇടിച്ചു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദേവക്കുട്ടിയും കുളിച്ചു, അടുക്കളയിലോട്ട് കയറി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം. കുളിച്ച് ഒരുങ്ങിയിരിപ്പുണ്ട്. ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കഴുകി തിളപ്പിച്ച് വിട്ടുവാണേ. അതൊന്നും തിളപ്പിച്ചു. രാവിലെ ചായ ഒന്നും അല്ല ഇട്ടോ നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. നമുക്കിന്ന് ചായ ഇടാം. അപ്പോൾ രാവിലെ ദേവയ്ക്ക് കഞ്ഞിയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കഞ്ഞി എന്ന് പറയുമ്പം നമ്മൾ ഈ വൻപയറും ചെറുപയറും കൂടി ഇട്ട കഞ്ഞിയാണ്. അപ്പോൾ അവൾ തന്നെ അതെടുത്ത് ഇടാൻ നോക്കുവാണ്, എന്നെക്കൊണ്ട് ഇടിയിപ്പിക്കുന്നില്ല. അപ്പം ഞാനത് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ വെള്ളത്തിലിട്ടിട്ടില്ല, നേരത്തെ വെള്ളത്തിലിടാതെ തന്നെ നമ്മൾ കുക്കറിൽ വെച്ച് അടിച്ചെടുക്കുവാണ്. അപ്പോൾ കുക്കറിൽ വെച്ചൊരു 3 വിസിലടിക്കും. അത് കഴിയുമ്പോഴത്തേക്കും കഞ്ഞി അങ്ങ് വേകും കേട്ടോ. കഞ്ഞിയല്ല, നമ്മുടെ പയർ 2 ഇനം പയർ വേകും. അപ്പോൾ കഞ്ഞിക്ക് വേണ്ടി നമ്മൾ രാവിലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ ചോറ് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് ഞാൻ തിളപ്പിച്ചൂറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള ചോറ് റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇനി നമുക്ക് ഈ പയർ വർഗ്ഗം ഒന്ന് അടിച്ചെടുക്കണം, വേവിച്ചെടുക്കണം. അപ്പോൾ ദേവ ഇതുവരെ എഴുന്നേറ്റിട്ടൊന്നും കഴിച്ചിട്ടില്ല, കുളിച്ച് വന്നിരിക്കുവാണ്. അപ്പോൾ ഞാൻ അവൾക്ക് ഈന്തപ്പഴമാണ് കൊടുത്തിരിക്കുന്നത്. എന്തെങ്കിലും നട്ട്സ് രാവിലെ കൊടുക്കും. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ എന്തെങ്കിലും നട്ട്സ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ബദാമോ ഈന്തപ്പഴമോ അല്ലെങ്കിൽ നമ്മുടെ അണ്ടിപ്പരിപ്പോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈന്തപ്പഴമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈന്തപ്പഴം നല്ലതാണ്, ഈന്തപ്പഴമാണെങ്കിലും കൊടുക്കാം. അപ്പോൾ ഞാനാണെങ്കിൽ അത് 1-2 അവൾ തിന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ കുക്കറിലോട്ട് നമ്മുടെ കഞ്ഞി വേവിക്കാൻ വെച്ച്, കഞ്ഞിയല്ല പയർ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ചായയൊക്കെ തിളപ്പിച്ച് നമ്മൾ രണ്ടിനും കൂടി ഇരുന്ന് മുറ്റത്തിരുന്ന് കുടിക്കുവാണ്. ഈ സമയത്ത് കുറച്ച് വെയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവൾക്ക് ചായയൊക്കെ ആറ്റി കൊടുക്കുവാണ് ഈ സമയത്ത്. ചായ കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരുന്ന് അക്ഷരമൊക്കെ എഴുതി പഠിക്കും. അപ്പോൾ ABCD ഒക്കെ എഴുതി പഠിക്കുമായിരുന്നു. ആ സമയം കൊണ്ട് നമ്മുടെ കുക്കറിൽ ഇരുന്ന സംഭവമൊക്കെ അങ്ങ് വെന്തിട്ടുണ്ട്. അപ്പം ഞാനതെല്ലാം അങ്ങോട്ട് എടുത്ത് നമ്മുടെ കഞ്ഞിയുമായിട്ട് എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആൾ വിശന്നിരിക്കുവാണ്. ആകെ 2 ഈന്തപ്പഴം മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അപ്പം ഞാൻ അതും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത് കഞ്ഞിയാക്കി അവൾക്ക് കൊടുക്കുവാണ്. ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ കഥ പറഞ്ഞാണ് ഞാൻ കൊടുക്കാറുള്ളത്. അമ്മച്ചിയുടെ കരടി എടുത്ത് ഇടിച്ചു. കരടി അമ്മ ഇടിച്ചു. അവിടെ ദേവ എന്തെങ്കിലും വിളിച്ചു കരടി. അപ്പം അമ്മ പറഞ്ഞു, അയ്യോ ദേവ ഉറങ്ങിപ്പോയല്ലോ എന്ന് പറഞ്ഞു. ഇത് കഴിക്കാണ്ട് ബാക്കി പറയാം. അപ്പോൾ ദേവ ഉറങ്ങിപ്പോയല്ലോ എന്ന് അമ്മ പറഞ്ഞു. കരടി ദേവ ഉറങ്ങിപ്പോയി, ഞങ്ങളുടെ ദേവേനൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞു. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കഥകൾ പറഞ്ഞ് അവരുടെ ആ ശ്രദ്ധ മാറ്റിക്കഴിഞ്ഞാൽ ഇവർ കഞ്ഞി കുടിക്കും കേട്ടോ. അപ്പം എന്നാ പറ, പൂമ്പാറ്റയ്ക്ക് എന്താ ഇംഗ്ലീഷ് പറയുന്നു? പറ. ബട്ടർഫ്ലൈ. ഓക്കെ, ഗുഡ്. എന്നാ പറ, പൂച്ചയ്ക്ക് എന്തോ ഇംഗ്ലീഷ് പറയുന്ന? എന്തോ ഇംഗ്ലീഷ് പറയുന്നത് എന്തുവാ? ഇംഗ്ലീഷ് പറയുന്നത്
പൂച്ചയ്ക്ക് ഇംഗ്ലീഷിൽ ഓക്കെ ഗുഡ് ഗേൾ. എന്നാ പറ തത്തയ്ക്ക് എന്തോ ഇംഗ്ലീഷിൽ പറയുന്ന? പാരറ്റ്. അത് പാരറ്റ് അല്ല, അത് ലവ് ബേർഡ്സ്. ലവ് ബേർഡ്സ്. പശുവിന് എന്തോ ഇംഗ്ലീഷിൽ പറയുന്ന? കൗ. ഓക്കെ. കുടിക്കും. കുരങ്ങൻ എന്തോ ഇംഗ്ലീഷിൽ പറയുന്ന? കുരങ്ങൻ എന്തോ ദേവ ഇംഗ്ലീഷിൽ പറയുന്ന? കുരങ്ങൻ എന്തോ ഇംഗ്ലീഷിൽ പറയുന്ന? മങ്കി. ഓക്കെ ഗുഡ് ഗേൾ. പുലിക്ക് എന്തോ ഇംഗ്ലീഷിൽ പറയുന്ന? പുലിക്ക് പുലി ടൈഗർ. ഗുഡ് ഗേൾ. സിംഹത്തിനോ? സിംഹം. ലയൺ. ഗുഡ് ഗേൾ. പിന്നെന്തുവാ? ഇതെവിടെ ഈ ഉടുപ്പിന്റെ കളർ എന്തുവാ? ബ്ലാക്ക്. റെഡ്. ഇത് വയലറ്റ്. ഇത് പിങ്ക്. ഇതെന്ത് കളറാ? പിങ്ക്. ഇതിന്റെ ഇടയിൽ ഉള്ള കളർ എന്തുവാ? ഇത് വൈറ്റ്. അത് ഗ്രീൻ ആൻഡ് ബ്ലൂ. ഇതെന്ത് കളറാ? ബ്ലാക്ക്. റെഡ്. എന്താ റെഡ്? ബ്ലാക്ക്. അത് ബ്ലാക്ക്. അതും ബ്ലാക്ക്. എല്ലാം ബ്ലാക്ക്. കുടി. ഇത് കുടിച്ചാ ബ്ലാക്കിന്റെ കഥ പറയാം. മുടി കണ്ണീന്ന് മാറ്റും. കോങ്ങണ്ട് വരും എൻ്റെ കുഞ്ഞിന്. ആദ്യം കഞ്ഞി. നമ്മുടെ കഞ്ഞി കാണിക്കോ? അപ്പോൾ അവൾ കഞ്ഞി പകുതിയെ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാനൊരു ഏത്തപ്പഴം കൊടുക്കുവാണ്. അപ്പോൾ ഡെയിലി ഇപ്പോൾ ഏത്തപ്പഴം കൊടുക്കാറുണ്ട്. ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വൈകിട്ടോ ഏതെങ്കിലും ഒരു സമയം നമ്മൾ ഏത്തപ്പഴം കൊടുക്കാറുണ്ട്. അപ്പം അത് കഴിഞ്ഞു അവൾ വാഷ് ചെയ്യാനായിട്ട് പോയേക്കുമായിരുന്നേ. അപ്പോൾ അവളെല്ലാം വാഷ് ചെയ്ത് മുഖമൊക്കെ കഴുകിയതിന് ശേഷം വരുവാണേ. അപ്പം നമ്മൾ ആഹാരം കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കഥ പറയുകയോ അല്ലെങ്കിൽ ഇവർ അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അവരുടെ ശ്രദ്ധ മാറ്റുന്ന രീതിയിൽ കഥകളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ തന്നെ മുടി കെട്ടാനാണെങ്കിലും ഇങ്ങനെ ഇരിക്കത്തൊന്നുമില്ല. ആൾ എന്തെങ്കിലുമൊക്കെ നല്ല നല്ല കഥകളോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അത് വന്ന് ഇത് വന്ന് അങ്ങനെയൊക്കെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇരിക്കും കേട്ടോ. അപ്പോൾ കുട്ടികളുടെ ശ്രദ്ധ മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അവരുടെ ശ്രദ്ധ അഥവാ അപ്പോൾ അവരൊന്നും ശ്രദ്ധിക്കാതിരിക്കുകയാണെങ്കിൽ അവർ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ തടയാൻ നോക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു ശ്രദ്ധയിലിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ചെയ്യുന്ന കാര്യം ചെയ്തെടുക്കാൻ പറ്റും. ആഹാരം കൊടുക്കാനാണെങ്കിലും മുടി കെട്ടാനാണെങ്കിലും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ മുടിയൊക്കെ കെട്ടി ആളിവിടെ ഇരിക്കുവാണേ. അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകാനാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ കഞ്ഞിയെല്ലാം കുടിച്ചു തുടച്ച് വൃത്തിയായിട്ട് ഇരിക്കുവാണ്. അപ്പം ഇനി പോകാൻ റെഡി ആവുകയാണ്. അപ്പോൾ പുറകിൽ ഞാനിങ്ങനെ കെട്ടിക്കൊടുത്തതിന് പരാതി പറയുവാണ് ആളെ. രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഒരു മൂഷാട്ട സ്വഭാവമാണ്. എഴുന്നേൽക്കാനൊക്കെ ഭയങ്കര മടിയാണ്. ഞാൻ കൂടെ ഇരിക്കണം അങ്ങനെയൊക്കെയുള്ള നിർബന്ധങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓരോ ദിവസവും ഡെയിലി തെള്ളി നീക്കിക്കൊണ്ട് പോകുന്നത്. മടിയും ബഹളവും ഒക്കെ ഉണ്ട് ആൾക്ക്. അപ്പം അക്ഷരം പഠിക്കാൻ പോകാൻ ആൾ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി പോയിച്ച് 10 മണിയാകുമ്പോൾ തുടങ്ങും. 12 മണിയാകുമ്പോഴത്തേക്കും തീരും കേട്ടോ. അപ്പം ഈ 2 മണിക്കൂറത്തെ നേരം കൊണ്ട് എനിക്ക് വീട്ടിലുള്ള ജോലിയെല്ലാം തീർത്തിട്ട് വേണം ആളെ പോയി വിളിച്ചുകൊണ്ട് വരാനും. അപ്പം ആൾ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. നമ്മൾ ഈ സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞും ഓരോന്ന് അവരെ സന്തോഷിപ്പിച്ചും ഒക്കെ അവരുടെ മൈൻഡ് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്നാലും എല്ലാ ദിവസവും ഒന്നും ഇത് റെഡിയാകാറില്ല. അങ്ങനെ ഞാൻ അവളെ ആക്കിയിട്ടൊക്കെ വന്നു. നമുക്ക് ചെമ്മീൻ ഉണ്ടായിരുന്നു ഇന്ന് കേട്ടോ. ഇന്ന് സ്പെഷ്യലായിട്ട് ചെമ്മീനാണ്. അപ്പം ഞാൻ ഈ ചെമ്മീനെല്ലാം ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ട്. ഞാൻ വിചാരിക്കുമായിരുന്നു ഇന്ന് നമുക്ക് തീയൽ വെക്കാമെന്ന്. അപ്പോൾ തീയലൊക്കെ കൂട്ടിയിട്ട് കുറേ നാളായി. അപ്പോൾ ഇന്ന് തീയൽ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എല്ലാം അങ്ങോട്ട് പൊളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പം ചെമ്മീൻ തീയൽ റെഡിയാകാൻ പോവുകയാണേ. അപ്പം ഞാനിതിൻ്റെ മഞ്ഞളും ഉപ്പും ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുവാണ്. കാരണം എന്തെങ്കിലും വിഷാംശമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ചെമ്മീൻ ഒന്ന് തിളപ്പിച്ചെടുക്കുവാണ് കേട്ടോ. അപ്പം നമ്മൾ കിഴങ്ങും തക്കാളിയൊക്കെ ആ സമയത്തൊക്കെ അരിഞ്ഞെടുക്കുവാണ്. ആദ്യമൊക്കെ പണ്ടൊക്കെ കുഞ്ഞിലെ അമ്മ നമ്മുടെ കിഴങ്ങ് ചിരണ്ടാൻ പറയുമ്പോൾ ഞാൻ ആ തൊലിയോടെ അങ്ങ് പൊളിച്ച് കളയുമായിരുന്നു. പിന്നെയാണ് നമ്മൾ ചിരണ്ടി എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ പിന്നെ ഒരു മുരിങ്ങയ്ക്കായും കൂടെ വേണമെന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ മുരിങ്ങയ്ക്ക നിൽപ്പുണ്ടായിരുന്നു. അതും കൂടെ അങ്ങോട്ട് കഷ്ണിച്ചിട്ടു. എന്നിട്ട് നമ്മൾ അടുപ്പിലോട്ട് കിഴങ്ങും തക്കാളിയും മുരിങ്ങയും എല്ലാം ഒന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ച് വേവിക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. വെളുത്തുള്ളിയും ജീരകവും ഒക്കെ ഇട്ടൊന്ന് വറുത്തെടുക്കാം. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടിയും എല്ലാം കൂടി ഇട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. വറുത്തിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ തീയലിനുള്ള കൂട്ട് റെഡിയാകും. പിന്നെ വേവിച്ച് വെച്ച നമ്മുടെ കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുത്ത് ചെമ്മീനും ഇട്ട് നല്ലപോലെ കുറുക്കി വറ്റിച്ച് കറിയെടുക്കുക. അതാണ് നമ്മുടെ തീയൽ കേട്ടോ. അപ്പം ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് തണുത്തതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് അടിച്ചെടുക്കുവാണേ. എന്നിട്ട് അരപ്പ് നമ്മുടെ ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ്. നല്ല മണമൊക്കെയാണ് കേട്ടോ. ഈ തിളച്ച് വരത്തില്ലേ, വെള്ളമൊക്കെ ഒഴിച്ച് തിളച്ച് വരുന്ന സമയത്ത് വേണം മസാലപ്പൊടി ഇടാൻ. ഞാൻ നേരത്തെ മസാലപ്പൊടിയുടെ കാര്യം പറഞ്ഞു. പക്ഷേ ഈ തിളച്ച് വരുന്ന സമയത്താണ് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ തീയലിലോട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് എടുക്കുകയാണ്. അപ്പോൾ ഈ തീയലൊക്കെ വെന്ത് വന്ന സമയം കൊണ്ട് ദേവക്കുട്ടീനെ പോയി വിളിച്ചുകൊണ്ട് വരാൻ സമയമായി. കറിയൊക്കെ തിളച്ച് വന്നു. അപ്പം ഞാൻ ഓടിപ്പോയി ദേവനെ വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ. ഉച്ചവരെ ഉള്ളൂ, 12 മണി വരെ ഉള്ളൂ ക്ലാസ്. അപ്പോൾ ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വന്ന് ചോറൊക്കെ വിളമ്പി എടുത്തു വെച്ചു. അപ്പോൾ നമ്മുടെ അടിപൊളി ഒരു തീയലായിരുന്നേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ തീയൽ മാത്രമേ ഉള്ളായിരുന്നു ഇന്ന്. തീയൽ മാത്രം മതിയല്ലോ അല്ലേ. അപ്പം ഞങ്ങൾക്ക് ഇന്നത്തെ ഉച്ചയൂണിന് തീയലും നല്ല ചോറും ഒക്കെ ആയിരുന്നു. ചെമ്മീൻ തീയലാണേ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.